ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മളൊരു 41 വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ചൂസ് ചെയ്ത് അത് കോംബോ ഓഫറായിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിൻ്റെ കൂട്ടത്തിൽ ഫ്രീ പ്ലാന്റ്സ് വരുന്നുണ്ട് കേട്ടോ. അത് ഏതാണെന്നും എത്ര രൂപയാണെന്നൊക്കെ അറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഒരു വീഡിയോസിൽ ഓരോ പ്ലാന്റ്സിനും ഓരോ നമ്പർ ഇടുന്നുണ്ട്. ഇതുപോലെ കാറ്റലോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സിൻ്റെ നമ്പറോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ കാറ്റലോഗിൽ വന്നിട്ട് പ്ലാന്റ് സെലക്ട് ചെയ്തിടുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ഒന്നാമത്തെ പ്ലാന്റ് ഈ ഒരു ബ്രൈഡൽ ബൊക്കയുടെ യെല്ലോ കളറിൽ പൂക്കളുണ്ടാകുന്ന പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഇതുപോലെ ബ്രൈഡൽ ബൊക്കയിലെ ഫ്ലവർ പോലെ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇലയ്ക്ക് ചെറിയ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്. രണ്ടാമത്തെ പ്ലാന്റ് 3 ദിവസം ഉണ്ടെങ്കിൽ 3 കളറിൽ പൂക്കൾ വരുന്ന യെസ്റ്റർഡേ ടുഡേ ടുമോറോൻ്റെ ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയും വരുന്നുണ്ട്. നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി നോർമൽ ലീഫിൽ വരുന്ന യെസ്റ്റർഡേ ടുഡേ ടുമോറോ ആണ്. മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് വെരിഗേറ്റഡ് ലീഫ് വരുന്ന യെസ്റ്റർഡേ ടുഡേ ടുമോറോ ആണ് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. നാലാമത്തെ പ്ലാന്റ് ലേഡി ഷൂവിൻ്റെ ഈ ഒരു ലീഫിൽ ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ്. അഞ്ചാമത്തെ പ്ലാന്റ് നീലക്കൊടുവേലിയാണ് കേട്ടോ. നീലക്കൊടുവേലിയുടെ പ്ലാന്റ് കുറേ പേര് ചോദിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവാറുണ്ട്. ഇനി അടുത്തത് ബ്രൈഡൽ ബൊക്കയാണ്. ബ്രൈഡൽ ബൊക്കയുടെ യെല്ലോ നമ്മൾ ആദ്യം കണ്ടു. ഇത് ബ്രൈഡൽ ബൊക്കയുടെ വൈറ്റ് കളറിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇതുപോലെ പൂക്കളുണ്ടാവും കേട്ടോ. ചെറുതായ പ്ലാന്റിൽ തന്നെ ഇതുപോലെ പൂക്കളുണ്ടായിരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഇതിന് സീസൺ ഉണ്ട്. ഫ്ലവറിങ് സീസൺ ആകുമ്പോഴേക്കും നല്ല വെളിച്ചവും വെയിലും ഒക്കെ ഉള്ള സമയമാകുമ്പോഴേക്കും നിറഞ്ഞിതുപോലെ നമ്മുടെ ചെടിയുടെ വലിപ്പം അനുസരിച്ച് പൂക്കളുണ്ടാവും. അടുത്തത് മണിമുല്ലയാണ്. മണിമുല്ലയും ഇതുപോലെ വൈറ്റ് കളറിൽ ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ്. ഇതാണ് മണിമുല്ലയുടെ സൈസ് കേട്ടോ. ഇനി അടുത്തത് വരുന്നത് പാഷൻ ഫ്ലോറയുടെ റെഡ് കളറിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതിൻ്റെ റെഡ് വേണ്ടാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കളർ പറഞ്ഞാൽ ആ കളർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. വയലറ്റും വൈറ്റും നമുക്ക് അവൈലബിൾ ആണ്. ഇനി അടുത്തത് വരുന്നത് ഈ ഒരു ടെക്കോമയുടെ ക്രീപ്പർ വെറൈറ്റി ഉണ്ടല്ലോ. ഇതിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സും പ്ലാന്റും ഒക്കെ കാണാൻ. ഇതിന് ബോവർ വൈൻ എന്നാണ് കറക്റ്റായിട്ട് പേര് പറയുന്നത്. അടുത്തത് ബോവർ വൈൻ്റെ തന്നെ നാച്ചുറൽ, അതായത് ഗ്രീൻ ലീഫ് വരുന്ന വെറൈറ്റിയാണ്. ഇതുപോലെയാണ് പൂക്കളുണ്ടാവുന്നത്. ഇത് സീസണിലാണ് കേട്ടോ പൂക്കളുണ്ടാവുന്നത്. ക്രീപ്പേഴ്സ് നമുക്ക് ഒരുവിധമൊക്കെ സീസണിൽ തന്നെയാണ് പൂക്കളുണ്ടാവുന്നത്. അടുത്തത് ജാപ്പനീസ് ഹണിസക്കിളാണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് ഇതുപോലെയാണ് ഉണ്ടാവുക. ഇത് മധുമാലതി ക്രീപ്പറാണ്. മധുമാലതി ക്രീപ്പർ ഇതുപോലത്തെ ചെടിയായിരിക്കും കേട്ടോ. ചെറിയ ചെടിയായിരിക്കും, പക്ഷേ ഹെൽത്തി ആയിരിക്കും. അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ്. ഹൈഡ്രാഞ്ചിയയുടെ 4 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തരുന്നതായിരിക്കും. ഇതായിരിക്കും നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതുപോലെയാണ് കേട്ടോ. ഫ്ലവേഴ്സ് ഉണ്ടാവില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. ഇനി അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ്. കണ്ടില്ലേ, നല്ല ബ്ലൂ കളറിൽ ഒരുപാട് പൂക്കളുണ്ടാകുന്ന ബ്ലൂ ഡേയ്സ് ആണ് കേട്ടോ. ഇനി അടുത്തത് വരുന്നത് ലെമൺ വൈൻ ആണ്. ലെമൺ വൈൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി അവൈലബിൾ ആണ്. അത് ഈ കോംബോയിലില്ല കേട്ടോ, കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ ലെമൺ വൈൻ വരുന്നത്. ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് വെളുത്തുള്ളി ക്രീപ്പർ അല്ലെങ്കിൽ ഗാർലിക് വൈൻ എന്നറിയപ്പെടുന്ന ഇതുപോലെ പൂക്കളുണ്ടാകുന്ന ചെടിയാണ്. അപ്പോൾ ഈ ചെടിയും സീസണിലാണ് ഫ്ലവർ ചെയ്യുന്നത്. ഒരുപാട് പൂക്കളുണ്ടാവും. നമുക്ക് ആർച്ച് പോലെയൊക്കെ ചെയ്ത് അതിലിങ്ങനെ പടർത്തി കയറ്റാവുന്ന ഒരു നല്ല വെറൈറ്റി പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫിനും ഫ്ലവറിനും ഒക്കെ ഗാർലിക്കിൻ്റെ സ്മെല്ലാണ്. അതുകൊണ്ടാണ് ഇതിന് ഗാർലിക് വൈൻ എന്ന് പറയുന്നത്. ഗാർലിക് വൈൻ്റെ സൈസ് ഈ കാണുന്നത് പോലെയാണ് കേട്ടോ വരുന്നത്. സിംഗിൾ സ്റ്റെം തന്നെ ആയിരിക്കും ഉണ്ടാവുള്ളൂ. ഇതുപോലത്തെ പ്ലാന്റാണ്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. അടുത്തത് ബൊളീവിയൻ സൺസെറ്റ് ആണ്. ഇതാണ് ബൊളീവിയൻ സൺസെറ്റിൻ്റെ പ്ലാന്റ്. ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നല്ല പ്ലാന്റാണ്. പെട്ടെന്ന് ഫ്ലവർ ചെയ്യും കേട്ടോ. അടുത്തത് വരുന്നത് ഇന്ത്യൻ ക്ലോക്ക് വൈൻ അല്ലെങ്കിൽ ലേഡി ഷൂ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റാണ്.
അപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതിൻ്റെ യെല്ലോയും ബ്ലൂവും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് കേട്ടോ. അടുത്തത് യെല്ലോയാണ്. ലേഡി ഷൂവിൻ്റെ യെല്ലോ കളറിൽ പൂക്കളുണ്ടാവുന്ന പ്ലാന്റാണ്. ഇനി അടുത്തത് ഇത് യെല്ലോയിൻ്റെ സൈസാണ് കേട്ടോ. യെല്ലോ കളറിൽ പൂക്കളുണ്ടാവുന്ന ലേഡി ഷൂവിൻ്റെ സൈസാണിത്. ഇനി അടുത്തത് വരുന്നത് ബ്ലൂ കളറിൽ നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ പൂക്കളുണ്ടാവുന്ന തുമ്പേജിയ. ലേഡി ഷൂ പോലെ തന്നെ ഒരു വെറൈറ്റിയാണ് തുമ്പേജിയ. തുമ്പേജിയയുടെ പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഇനി അടുത്തത് വരുന്നത് മെക്സിക്കൻ ഫ്ലെയിം വൈനാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റ് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് മെലസ്റ്റോമയുടെ യെല്ലോ കളറിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ സൈസ് വരും. നല്ല സൺലൈറ്റ് ഉള്ള ഭാഗത്ത് വയ്ക്കണം കേട്ടോ ഈ ചെടികളൊക്കെ. ഇനി അടുത്തത് ക്ലിയോഡൻഡ്രൺ അല്ലെങ്കിൽ വെള്ളക്കൊന്ന, മണിക്കൊന്ന എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ്. പ്ലാന്റ് സൈസ് ഇതുപോലെയാണ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ്. ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. നമുക്ക് പോട്ടിലും വേണമെങ്കിൽ വളർത്താം. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. ഇത് നല്ല ഒരു റോസ് കളറിൽ ഒരുപാട് പൂക്കളുണ്ടാകുന്ന പ്ലാന്റാണ്. ലോറോപെറ്റാലം എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. ഇത് നല്ല അത്യാവശ്യം വലിപ്പം വരുന്ന ചെടിയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് ലെജസ്റ്റോമിയ അല്ലെങ്കിൽ മെയ് ഫ്ലവർ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റാണ്. ക്രേപ്പ് മേർട്ടിലൊന്നും ഈ പ്ലാന്റ് പറയുന്നുണ്ട്. ഇത് റെഡ് കളറിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇതുപോലെയുള്ള പ്ലാന്റാണ് നമ്മൾ അയച്ചു തരുന്നത്. ഇനി അടുത്തത് വരുന്നത് ഗോൾഡൻ കാസ്കേഡിൻ്റെ പ്ലാന്റാണ്. നല്ല യെല്ലോ കളറിൽ ഒത്തിരി പൂക്കളുണ്ടാകുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റാണ്. ഇതിന് നമുക്കൊരു സെമി ഷെയ്ഡിലും വെച്ച് വളർത്താൻ പറ്റും. അടുത്തത് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. വോങ്ക ക്രീപ്പർ പ്ലാന്റ് എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് ഉണ്ടാവുക. അടുത്തത് കാറ്റ്സ് ക്ലോയാണ്. കാറ്റ്സ് ക്ലോയും നിറയെ പൂക്കളുണ്ടാകും. നല്ല അടിപൊളി ഒരു ക്രീപ്പറാണ്. ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇത് നമുക്ക് മതിലും പിന്നെ ആർച്ച് പോലെയൊക്കെ പടർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. അടുത്തത് വരുന്നത് സുഗന്ധരാജനാണ്. നല്ല സ്മെല്ലുള്ളൊരു വെറൈറ്റി പ്ലാന്റാണ്. ഇതുപോലെ നല്ല അടുക്കിൽ അല്ലെങ്കിൽ ലെയറിൽ ഒത്തിരി പൂക്കളുണ്ടാവും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ. അടുത്തത് വരുന്നത് പെട്രിയയുടെ ബ്ലൂ കളറിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. അതായത് ഇതുപോലെ വൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കോഞ്ചിയ എന്ന് പറയുന്ന പിങ്ക് കളറിൽ പൂക്കളുണ്ടാകുന്ന പ്ലാന്റും ഉണ്ട്. മൂന്നും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ സെപ്പറേറ്റ് ഒരു കോംബോ ഉണ്ട്. അതിന് നമുക്ക് 270 ആണ് റേറ്റ് വരുന്നത്. ഇതുപോലെ 3 വെറൈറ്റി പ്ലാന്റ്സ് ആയിരിക്കും 270ൻ്റെ കോംബോയിലുണ്ടാവുക. അപ്പോൾ ഈ ഒരു കോംബോയിലും നമ്മൾ ഈ 3 വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോംബോയിൻ്റെ കൂട്ടത്തിൽ ചൂസ് ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോംബോ ഓഫറാണ്. അപ്പോൾ റേറ്റ് കാണുന്നതിന് മുമ്പ് ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ലാസ്റ്റ് നമ്മൾ റേറ്റ് പറയാം എല്ലാ പ്ലാന്റ്സും കാണിച്ചിട്ട്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അക്യുമിനസ് പ്ലാന്റ് ആണ്. അക്യുമിനസ് പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു വെറൈറ്റി, ഹൈബ്രിഡ് വെറൈറ്റി ആയിരിക്കും അയച്ചു തരുന്നത്. ഇതുപോലെ ലെയറായിട്ട് പൂക്കളുണ്ടാകുന്ന ഏതെങ്കിലും ഒരു വെറൈറ്റി. അടുത്ത് വരുന്നത് ഓടുമുല്ല അല്ലെങ്കിൽ ഓറഞ്ച് ട്രംപറ്റ് വൈൻ എന്ന് പറയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്തത് വൈറ്റ് കളറിൽ പൂക്കളുണ്ടാവുന്ന ബ്ലീഡിങ് ഹാർട്ടാണ്. ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. പ്ലാന്റ് സൈസ് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇതിൻ്റെ റെഡും ഉണ്ട്. അപ്പോൾ വൈറ്റ് ആണെങ്കിലും റെഡ് ആണെങ്കിലും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്തത് കാറ്റ് സ്റ്റൈലാണ്. അതിൻ്റെ ഹാങ്ങിങ് വെറൈറ്റിയാണ്. റെഡ് കാറ്റ് സ്റ്റൈൽ എന്നാണ് ഇതിന് പറയുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഒത്തിരി പൂക്കളുണ്ടാവും. ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. ഇത് റുസേലിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതൊക്കെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും പ്ലാന്റൊക്കെ അയച്ചു തരുന്നത്. ഇതുപോലെയാണ് പ്ലാന്റ് വരുന്നത്. ഇത് നമുക്ക് ഒരു സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്ത് പടർത്തിയെടുക്കാവുന്നതാണ്. ക്രീപ്പർ അല്ല കേട്ടോ, എന്നാലും നമുക്ക് പടർത്തി ഇങ്ങനെ നല്ലൊരു ഭംഗിയായിട്ട് വളർത്താം. ഇത് ബ്രൈഡൽ ബൊക്കെ പോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഗോൾഡൻ ത്രയാലിസിൻ്റെ പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്തത് സൈപ്രസ് വൈനാണ്. ഇതുപോലെയാണ് പ്ലാന്റ് വലുതാകുമ്പോൾ ഉണ്ടാവുക. നമുക്കിപ്പോൾ അയക്കാനുള്ള പ്ലാന്റ് ഈ ഒരു സൈസിലുള്ളതാണ്. ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്തത് അമേരിക്കൻ ജാസ്മിൻ്റെ പ്ലാന്റ് ആണ്. പ്ലാന്റ് സൈസ് ഗ്രോ ബാഗിലുള്ള ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നല്ല വലിപ്പമൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്ത പ്ലാന്റ് വരുന്നത് പവിഴമുല്ലയാണ്. ഇതും നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ്. ഒരുപാട് പൂക്കളുണ്ടാവുന്ന നല്ല സ്മെല്ലുള്ള പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്.
ഇനി പ്ലാന്റിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് 5 പ്ലാന്റിന് 350 രൂപയാണ്. കൊറിയർ ചാർജ് അടക്കം വരുന്ന റേറ്റാണ് 350 രൂപ. ഇതിൽ 2 സെറ്റ് എടുത്ത്, അതായത് 10 പ്ലാന്റ്സ്, 5 പ്ലാന്റ്സിന് 350 രൂപയാണ്. 10 പ്ലാന്റ് എടുക്കുന്നവർക്ക് കമേലിയയുടെ ഇതേ സൈസിലുള്ളൊരു പ്ലാന്റ് നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. അത് 10 പ്ലാന്റ് എടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. 5 പ്ലാന്റ് എടുക്കുന്നവർക്ക് നമ്മളൊരു ജിഫി പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും. 10 പ്ലാന്റ് എടുക്കുന്നവർക്ക് കമേലിയയുടെ ഒരു അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഓഫർ ആരും മിസ് ചെയ്യേണ്ട. ഇത് ഒരു 1 വീക്കിലേക്കുള്ള ഓഫറാണ്. ഒരുപാട് സമയത്തേക്ക് ഓഫർ ഇടാനുള്ള പ്ലാൻസ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. 5 പ്ലാന്റ് എടുക്കുന്നവർക്ക് ജിഫി സൈസിലുള്ളൊരു പ്ലാന്റ് ആയിരിക്കും ഫ്രീ ആയിട്ട് അയച്ചു തരുന്നത്. 10 പ്ലാന്റ് എടുക്കുന്നവർക്ക് കമേലിയയുടെ ഒരു അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരാൻ പോകുന്നത്. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ.